ഹായ് ഞാൻ നസ്രീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്നുമല്ല, നമ്മളൊരു യൂട്യൂബേഴ്സിൻ്റെ എല്ലാവരുടെയും മീറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ മലപ്പുറം തിരൂർ കഴിഞ്ഞിട്ട് ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. കാരണം രാവിലെ ഞങ്ങൾ 8 മണിക്ക് ഇറങ്ങിയിട്ട് അവിടെ എത്തിയത് 12:30ക്കാണ്. കാരണം അത്രയും ലോങ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ എൻ്റെ ബ്രദറിൻ്റെയും കൂട്ടിയാണ് പോയത് കേട്ടോ. ഇവിടുന്ന് 3 ബസ് കയറിയിട്ടാണ് എത്തിയപ്പോഴേക്കും എന്താ പറയുക, ഒരു വിധമായിട്ടോ. കാരണം വെച്ചാൽ നമുക്ക് എല്ലാവരും കാണാനും അതേപോലെ തന്നെ നമുക്കൊരു മൊമെൻ്റോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതൊക്കെ വാങ്ങാനൊക്കെ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞാനിതിൽ കൂടുതലായിട്ടൊന്നും വീഡിയോസുകളും കാര്യങ്ങളും സംഭവങ്ങളും ഒന്നും ചെയ്യുന്നില്ല. ഞാനൊരു പ്രൈമറി അധ്യാപികയാണ്. എന്നാൽ ആ ഒരു സമയങ്ങളിൽ കിട്ടുന്ന സമയങ്ങൾ, ബാലൻസ് സമയം വരുന്ന സമയത്ത് മാത്രം കുറച്ച് വീഡിയോസുകൾ ചെയ്യുന്നത് മാത്രമേ. എന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി കഴിഞ്ഞ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അവരെയൊക്കെ കാണാനും, അതുപോലെ നമ്മുടെ യാഷിക് വ്ളോഗറാണ്, ജസ്ന യാഷിക്. അപ്പോൾ എന്നാൽ അവരെയൊക്കെ കാണാനും അതേപോലെ തന്നെ പരിചയപ്പെടാനും ഒരുപാട് നേരം സംസാരിക്കാനും അതേപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാനൊക്കെ പറ്റി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത നമ്മൾ യൂട്യൂബിൻ്റെ ഗ്രൂപ്പിൽ മാത്രം അവരെയൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ അവരെയൊക്കെ നേരിട്ട് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ പാട്ടും രസങ്ങളൊക്കെ ആയിട്ട് കുറേ സമയം അങ്ങനെ പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ മൊമെൻ്റൊക്കെ കൊടുത്തത് കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ പരിചയപ്പെടാനും അതേപോലെ തന്നെ മൊമെൻ്റൊക്കെ വാങ്ങിയപ്പോൾ ഓരോരോ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് വന്നിട്ടുള്ളത്. നമുക്ക് ആരെയും ഒരു പരിചയമില്ല. പക്ഷെ നമ്മൾ ആ ഗ്രൂപ്പിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവരുടെയും വോയിസും അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭാഷണങ്ങളോടെയൊക്കെ പരിചയമായതാണ്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് നല്ല അടിപൊളി പിന്നെ നെയ്ച്ചോറും ചിക്കനും തന്നെയല്ലേ, തന്നെയായിരുന്നു കേട്ടോ. ബിരിയാണി നെയ്ച്ചോറും ചിക്കൻ തന്നെയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ പരിപാടികളൊക്കെ പിന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പരിപാടികൾ തുടങ്ങിയ സമയം മുതൽ ആകെ ടെൻഷനായിരുന്നു. കാരണം അവിടെ നിന്ന് 3 മണിക്ക് പോന്നാൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരു 6:30ക്കെങ്കിലും വീട്ടിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഹസ്ബൻഡ് 7 മണീൻ്റെ ഉള്ളിലാണ് വിളിക്കുക. ആ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ എത്തണം എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ടാണ് ഞാൻ 3 മണിക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞ് ഇറങ്ങി. കൂടുതലൊന്നും പരിപാടിയിൽ പങ്കെടുക്കാനൊന്നും പറ്റിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ 5 മണി സമയം വരെയൊക്കെ പ്രോഗ്രാം ഉണ്ട്. പക്ഷേ ആ സമയം വരെ നമുക്ക് നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ